അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ടു ജന്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ വാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. ഒന്നാമത്തത് പൂർത്തിയാക്കാം ഈമാൻ കാര്യങ്ങൾ. അപ്പോൾ ഈമാൻ കാര്യങ്ങളാണ് താഴെ കൊടുത്തത്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് പൂർത്തിയാക്കിയിട്ട് എഴുതണം. അപ്പോൾ ഒന്നാമത്തത് അള്ളാഹുവിലെ വിശ്വാസം, രണ്ടാമത്തത് ഡേഷ് വിശ്വാസം എന്നാണ്. അപ്പോൾ അവിടെ എഴുതി കൊടുക്കാനുള്ളത് മലക്കുകളിലെ എന്നുള്ളതാണ്. അള്ളാഹുവിലെ വിശ്വാസം, രണ്ടാമത്തത് മലക്കുകളിലെ വിശ്വാസം. ഇനി മൂന്നാമത്തതും ഡേഷ് വിശ്വാസം എന്ന് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അവിടെ കിതാബുകളിലെ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്, കിതാബുകളിലെ വിശ്വാസം. അടുത്തത് മുർസലുകളിലെ എന്നാണ്, മുർസലുകളിലെ വിശ്വാസം. ഇനി അഞ്ചാമത്തത് അവസാന നാളിലെ വിശ്വാസം. ഇനി അവിടെ ആറാമത്തത് അവിടെ നൽകിയിട്ടുണ്ട് ഖദറിലെ വിശ്വാസം. അപ്പോൾ അത് മുഴുവൻ പൂർത്തിയാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? ഒന്നാമത്തത് അള്ളാഹുവിലെ വിശ്വാസം, രണ്ടാമത്തത് മലക്കുകളിലെ വിശ്വാസം, മൂന്നാമത്തത് കിതാബുകളിലെ വിശ്വാസം, നാലാമത്തത് മുർസലുകളിലെ വിശ്വാസം, അഞ്ചാമത്തത് അന്ത്യനാളിലെ വിശ്വാസം, ആറാമത്തത് ഖദറിലെ വിശ്വാസം. ഇനി രണ്ടാമത്തെ പ്രവർത്തനം ശരി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം അവിടെ 5ഓളം ചോദ്യങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെ ഓരോ ചോദ്യത്തിനും 2 ഓപ്ഷനും നൽകിയിട്ടുണ്ട്. അപ്പോൾ ശരിയായതിന് നേരെ മാത്രം, ശരി ഉത്തരത്തിന് നേരെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ശരി അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി മക്കയിൽ, മദീനയിൽ. എവിടെയാണ്? മദീനയിലാണ്. അപ്പോൾ മദീനയിൽ എന്നുള്ളിടത്ത് ശരി കൊടുക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത് അല്ലേ. അപ്പോൾ നബിയുടെ വഫാത്ത് എവിടെയാണ്? മദീന എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മദീനയിൽ എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത് അസുറായിൽ എന്നുള്ളത് മലക്കാണ്, നബിയാണ്. ആരാണ്? മലക്കാണ്. അപ്പോൾ അവിടെ മലക്കാണ് എന്നുള്ളതിന് തൊട്ട് മുന്നേ എന്ത് ചെയ്യണം? അടയാളപ്പെടുത്തുക, ഒരു ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തത് ആദ്യത്തെ റസൂല് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദം നബി. ആരാണ്? ആദ്യത്തെ റസൂല് ആദം നബിയാണ്. അപ്പം ആദ്യത്തെ മനുഷ്യനായിട്ടുള്ള ആദം നബിയാണ് ആദ്യത്തെ റസൂല്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ റസൂല് ആദം നബി. നാലാമത്തത് തൗറാത്ത് ഇറക്കപ്പെട്ടത്. ആർക്കാണ് തൗറാത്ത് ഇറക്കപ്പെട്ടത്? മൂസ അലൈഹിസ്സലാം, അതുപോലെ ദാവൂദ് അലൈഹിസ്സലാം. ആർക്കാണ്? മൂസാ നബിക്കാണ്. അപ്പം മൂസാ നബിയുടെ മുന്നേ ആ ഒരു ബോക്സിലാണ് എന്ത് ചെയ്യേണ്ടത്? ശരി അടയാളപ്പെടുത്തേണ്ടത്. അഞ്ചാമത്തത് നമുക്ക് കാണാൻ കഴിയില്ല മലക്കുകളെ, മനുഷ്യരെ. ആരെയാണ് നമുക്ക് കാണാൻ കഴിയാത്തത്? മലക്കുകളെയാണ് അല്ലേ. അപ്പം മലക്കുകളെ എന്നുള്ളതിന് നേരെ എന്ത് ചെയ്യണം? ശരി അടയാളപ്പെടുത്തണം. അപ്പോൾ ഒന്നാമത്തത് മദീനയിൽ എന്നുള്ളതിന് ശരി അടയാളപ്പെടുത്തുക. പിന്നെ രണ്ടാമത്തത് മലക്കാണ് എന്നുള്ളതിന് ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തതിന് ആദം നബി എന്നുള്ളത് എടുത്ത് ശരി അടയാളപ്പെടുത്തുക. നാലാമത്തത് മൂസാ നബി അലൈഹി സ്വലാം എന്നുള്ളിടത്ത് ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തത് മലക്കുകളെ എന്നുള്ളിടത്ത് ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം അർത്ഥം എഴുതാം എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അതാണ് എന്തിൻ്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിൻ്റെ അർത്ഥം. ഇനി ഇൻഷാ അള്ളാഹ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു ഉദ്ദേശിച്ചാൽ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിൻ്റെ അർത്ഥം ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നും, അതുപോലെ ഇൻഷാ അള്ളാഹ് എന്നുള്ളതിൻ്റെ അർത്ഥം അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നുമാണ്. ഇനി നാലാമത്തെ പ്രവർത്തനം 4 പ്രധാനികളായ മലക്കുകളുടെ പേരുകൾ എഴുതുക. ആരൊക്കെയാണ്? ജുബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം. അപ്പം ഈ 4 മലക്കുകളുടെ പേരാണ് അവിടെ എഴുതാനുള്ളത്. ഒന്നുകൂടെ നോക്കാം. ജുബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം. ഇനി അടുത്ത പ്രവർത്തനം അഞ്ചാമത്തത് പൂരിപ്പിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തത് അള്ളാഹു നമുക്ക് നടക്കാൻ എന്താണ് തന്നത്? കാല് തന്നു. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സായപ്പോൾ നുബുവത്ത് ലഭിച്ചു. അപ്പോൾ അവിടെ നുബുവത്ത് ലഭിച്ചു എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. മൂന്നാമത്തത്
മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ്. അപ്പോൾ അവിടെ വഴിപ്പെടുന്നവരാണ് എന്നാണ് കൊടുക്കാനുള്ളത്. ഇനി നാലാമത്തത്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ പോലും വലിയ ഇബാദത്താണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ പോലും വലിയ ഇബാദത്താണ്. അപ്പോൾ അവിടെ പോലും വലിയ ഇബാദത്താണ് എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. അഞ്ചാമത്തത്, നബിമാരിൽ പ്രധാനികളാണ് മുർസലുകൾ. നബിമാരിൽ പ്രധാനികളാണ് ആര്? മുർസലുകൾ. ഇനി ഉത്തരം എഴുതുക എന്നുള്ളതാണ് ആറാമത്തെ പ്രവർത്തനം. ഒന്ന്, നമ്മുടെ നബിയുടെ പേര്. എന്താണ് നമ്മുടെ നബിയുടെ പേര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് എഴുതാനുള്ളത്. രണ്ടാമത്തത്, ആരാണ് മലക്കുകൾ? ആരാണ് മലക്കുകൾ? അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ്. അപ്പോൾ അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് ആര്? മലക്കുകൾ. ഇനി മൂന്നാമത്തത്, ആരാണ് നബിമാർ? ആരാണ് നബിമാർ? ഉത്തരം, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ്. ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് നബിമാർ. നാലാമത്തത്, ഈ ലോകം നശിക്കും എപ്പോൾ? എപ്പോഴാണ് ഈ ലോകം നശിക്കുക? ഉത്തരം, ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറ് എന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ്. അപ്പോൾ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഈ ലോകം നശിക്കുക. ഇനി അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ്, ആരാണ് മുഅ്മിനുകൾ? ആരാണ് മുഅ്മിനുകൾ? ഈമാൻ കാര്യങ്ങൾ 6 എണ്ണത്തിലും വിശ്വസിച്ചവരാണ്. ഈമാൻ കാര്യങ്ങൾ 6 എണ്ണത്തിലും വിശ്വസിച്ചവരാണ് മുഅ്മിനുകൾ. ഇനി ഏഴാമത്തെ പ്രവർത്തനം, നബിമാർ കിതാബുകൾ, നബിമാർ ഏടുകൾ. അപ്പം നബിമാരുടെ പേരുകളൊക്കെ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അവരുടെ കിതാബുകൾ എഴുതുക, അതുപോലെ ഏടുകളുടെ എണ്ണവും എഴുതി കൊടുക്കുക. ഒന്നാമത്തെ നോക്കാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തത് മൂസാ നബി അലൈഹി സ്വലാമാണ്. മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു താല അയച്ച കിതാബ് ഏതാണ്? തൗറാത്ത്, അല്ലേ? അപ്പോൾ അവിടെ തൗറാത്ത് എന്ന് എഴുതി കൊടുക്കുക. ഇനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബിക്ക് നൽകപ്പെട്ട കിതാബ് ഏതാണ്? ഖുർആൻ. അപ്പോൾ അവിടെ ഖുർആൻ എന്ന് എഴുതി കൊടുക്കുക. ഈസാ അലൈഹി സ്വലാമിന് നൽകപ്പെട്ട കിതാബ് ഏതാണ്? ഇഞ്ചീൽ, അല്ലേ? അതുപോലെ ദാവൂദ് നബി അലൈഹി സ്വലാമിന് സബൂർ. അപ്പോൾ അത് അങ്ങനെ എഴുതി കൊടുക്കുക. ഒന്നാമത്തത് തൗറാത്ത്, രണ്ടാമത്തെ ഖുർആൻ, മൂന്നാമത്തത് ഇഞ്ചീൽ, നാലാമത്തത് സബൂർ. ഇനി നബിമാർ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് എത്ര ഏടുകൾ കൊടുത്തിട്ടുണ്ട്? 10 ഏടുകളാണ്. ഇദ്രീസ് അലൈഹി സ്വലാമിന് 30, ആദം നബി അലൈഹി സ്വലാമിന് 10 ഏടുകൾ, അതുപോലെ ഷീസു നബി അലൈഹി സ്വലാമിന് 50 ഏടുകൾ. അപ്പോൾ അതാണ് അവിടെ എഴുതാനുള്ളത്. ഇനി അവസാനത്തെ പ്രവർത്തനം വേർതിരിക്കാം എന്നുള്ളതാണ്. ചെയ്യേണ്ടവ, വിശ്വസിക്കേണ്ടവ. അപ്പോൾ മേലെ അള്ളാഹു, സക്കാത്ത്, ഖദർ, നോമ്പ്, അന്ത്യദിനം, നിസ്കാരം, കിതാബുകൾ, മുർസലുകൾ, ഷഹാദത്ത്, കലിമ, ഹജ്ജ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, വിശ്വസിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പം അത് രണ്ടും 2 കള്ളിയിലേക്കായിട്ട് വേർതിരിച്ചെഴുതാനാണ്. അപ്പോൾ ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? സക്കാത്ത്, അല്ലേ? സക്കാത്ത് നമ്മൾ എന്ത് ചെയ്യണം? കൊടുത്തു വിട്ടണം, അത് ചെയ്യേണ്ടതാണ്. അതുപോലെ നോമ്പ്, അത് ചെയ്യേണ്ടതാണ്. പിന്നെ അതുപോലെ നിസ്കാരം ചെയ്യേണ്ടതാണ്, ഷഹാദത്ത്, പിന്നെ ഹജ്ജ് ചെയ്യേണ്ടതാണ്, അല്ലേ? അപ്പം വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? അള്ളാഹുവിനെ വിശ്വസിക്കണം, അതുപോലെ ഖദറിൽ വിശ്വസിക്കണം, പിന്നെ അതുപോലെ അന്ത്യ ദിനത്തിൽ വിശ്വസിക്കണം, അതുപോലെ കിതാബുകളിൽ വിശ്വസിക്കണം, മുർസലുകളിൽ വിശ്വസിക്കണം, അല്ലേ? അപ്പോൾ ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെ ഒന്നുകൂടെ നോക്കാം. സക്കാത്ത്, നോമ്പ്, അതുപോലെ നിസ്കാരം, അതുപോലെ ഷഹാദത്ത് കലിമ, അപ്പോൾ പിന്നെ ഹജ്ജ്. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. വിശ്വസിക്കേണ്ടത് അള്ളാഹു, പിന്നെ അതുപോലെ ഖദർ, അന്ത്യദിനം, കിതാബുകൾ, മുർസലുകൾ. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.